ഗായ്സ്, വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ താരമാണ് ഈ ഇരിക്കുന്ന ചക്കയാണ്. ഇതങ്ങ് ചിങ്ങവനത്ത്, കോട്ടയത്ത് ചിങ്ങവനത്ത് ഉണ്ടായതാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ചിങ്ങവനത്തുനിന്ന് അമ്മയുടെ ഒരു കസിൻ ചേച്ചി ഉണ്ട് കേട്ടോ, പുള്ളിക്കാർ കൊടുത്തു വിട്ടാ കേട്ടോ ഇന്നലെ. അപ്പോൾ ഇത് അത്ര വിളഞ്ഞിട്ടൊന്നും ഇല്ല, പച്ചച്ചക്കയാണ്. ഇത് നമ്മുടെ ടോജി ആൻറ്റിയാണ്. നമുക്ക് എന്തൊരു സാധനം കിട്ടിയാലും നമ്മളിവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ടോജി ആൻറ്റിയെ വിളിച്ച് ചക്ക ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ടോജി ആൻറ്റി അത് മുറിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ടോജി ആൻറ്റി അത് മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ടോജി ആൻറ്റി 2 പീസ് എടുത്ത് അതിലൊരു പീസ് ടോജി ആൻറ്റി കൊണ്ടുപോയി കേട്ടോ. വേവിക്കാനോ വറക്കാനോ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. ബാക്കി വന്ന പീസെല്ലാം അമ്മയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ഓരോ ചോളയും കുരുവും ഒക്കെ വേർതിരിച്ച് അമ്മ പറഞ്ഞ് നമുക്കന്ന് ഇത് വറക്കണ്ട, വേവിച്ചെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് വറക്കാനുള്ള പ്ലാനായിരുന്നേ. പിന്നെ അമ്മ പറഞ്ഞ് എന്നാൽ വേണ്ട, നമുക്ക് ചക്കയൊക്കെ വേവിച്ചെടുക്കത്തില്ലേ, അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ അത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ തക്കൂന് ഉറക്കം വന്നു കേട്ടോ. അങ്ങനെ ഞാൻ തക്കൂനെ ഉറക്കാൻ പോയപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായി. പിന്നെ ഞാൻ തക്കൂന് എല്ലാ രീതിക്കകത്ത് ഫുഡും കൊടുക്കാറുണ്ട് കേട്ടോ. നോൺ വെജും വെജും അല്ലാതെ ചക്കയും കപ്പയും മാങ്ങയും എല്ലാ രീതിയിലും ഫുഡും കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞിലെ എന്തുവാണോ പിള്ളേരെ ശീലിപ്പിക്കുന്നത് അതേ അവർ വലുതാകുമ്പോൾ ചെയ്യത്തുള്ളൂ അല്ലേ. അത് ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഈ സാധനങ്ങളൊക്കെ കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അത് വലുതാകുമ്പോഴും കഴിച്ചോളും. നമ്മൾ കുഞ്ഞിലെ ഒന്നും ഈ സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ വലുതാകുമ്പോൾ ഇവർക്ക് ഇതൊന്നും ഇഷ്ടമാകത്തുമില്ല, കഴിക്കത്തുമില്ല. പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടുമാവും, ഇവരിത് കഴിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ തക്കൂനെയൊക്കെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ഇത് കുക്കറെ കയറ്റാൻ പോകുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് ചക്കച്ചോളയും ചക്കക്കുരുവും എല്ലാം എടുത്ത് കേട്ടോ. എല്ലാം എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അതങ്ങോട്ട് വേവിക്കാനായിട്ട് കയറ്റി വെച്ചു കേട്ടോ. പുറകെ അമ്മ പോയി തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരണ്ടി എല്ലാം അരച്ച് സെറ്റാക്കിയേ. അപ്പോഴത്തേക്കും തക്കു ചെറുതായിട്ടൊന്ന് ഉണർന്നായിരുന്നു. അപ്പം ഞാൻ തക്കുവിനെ പിന്നെ ഉറക്കാൻ പോയ സമയത്താണ്, അതുകൊണ്ട് ആ വീഡിയോയും കിട്ടിയില്ല. അങ്ങനെ അമ്മ തേങ്ങയെല്ലാം ചേർത്ത് നന്നായിട്ട് ചക്കയെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് കേട്ടോ. ഇത് നമുക്ക് വേവുമ്പോഴേ ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് നല്ല മണമായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോഴേ കഴിക്കാൻ തോന്നുമേ. ശേഷം നമ്മൾ വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ ഇത് ഇറക്കി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. പുറത്ത് പോകുമ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്, എന്നാലും നമുക്ക് വീട്ടിൽ വെച്ച് നാടൻ ഭക്ഷണമാണ് കൂടുതലും കഴിക്കാനായിട്ട് ഇഷ്ടം. നമുക്കിന്ന് മീൻകറിയും ഇറച്ചിക്കറിയും ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ചക്ക വേവിച്ചതും മാങ്ങാച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം. ഞാൻ ചൂടോടെ തന്നെ എടുത്തു കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിലോ ഞാൻ ചോറൊന്നും കഴിച്ചില്ല, ഈ ചക്കപ്പുഴുക്കും ഞാൻ ആ അച്ചാറും കൂട്ടി കഴിച്ച്. പിന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.